20-ാം തീയതി പാർലമെന്റിന്റെ മൺസൂൺ കാല സമ്മേളനം ആരംഭിച്ചപ്പോൾ കോൺഗ്രസും പ്രതിപക്ഷവും പരീക്ഷാ പേപ്പർ ചോർച്ചയെക്കുറിച്ച് ചർച്ച ചെയ്യണം എന്ന് ആവശ്യപ്പെട്ടു. എന്നാൽ സർക്കാരിന്റെ ഏറാൻമൂളിയായ നാണംകെട്ട സ്പീക്കർ ഓം ബിർള അതിന് അനുമതി നൽകിയില്ല. ഇന്നലെ 21-ാം തീയതി കാര്യങ്ങൾ പരിപൂർണമായി കൈവിട്ടു പോകുന്നു എന്ന് കണ്ട സ്പീക്കർ ഉടനെ രാഹുൽ ഗാന്ധിയെയും മറ്റ് പ്രതിപക്ഷ നേതാക്കളെയും തൻ്റെ ഓഫീസിലേക്ക് വിളിച്ചു വരുത്തി ചർച്ച നടത്തി. 20-ാം തീയതി സഭയിൽ ചർച്ച നടത്താൻ അനുവദിക്കാതിരുന്നതിനെ തുടർന്ന് പുറത്തു വന്ന രാഹുൽ ഗാന്ധിയോടും പ്രിയങ്ക ഗാന്ധിയോടും മാധ്യമങ്ങൾ ചോദിക്കുന്നതിന് അവർ പറയുന്ന മറുപടിയും ഇന്നലെ കാര്യങ്ങൾ കൈവിട്ടു പോയപ്പോൾ സ്പീക്കറെ സന്ദർശിച്ചപ്പോൾ എന്താണ് പറഞ്ഞത് എന്നുള്ള കാര്യങ്ങൾ രാഹുൽ ഗാന്ധി വെളിപ്പെടുത്തുന്നതും നമുക്ക് വ്യക്തമായി കാണാം. ഇതുവരെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ. ആദ്യം നമുക്ക് 20-ാം തീയതി പാർലമെന്റ് നടപടികൾ പാർലമെന്റ് ചേർന്ന ഉടനെ സ്പീക്കർ ഭയപ്പെട്ട് അവസാനിപ്പിച്ച ശേഷം പുറത്തു വന്ന രാഹുൽ ഗാന്ധി മാധ്യമങ്ങളോട് സംസാരിക്കുന്നത് കേൾക്കാം. This is legitimate. There's nothing wrong with this. And instead of saying that, okay, we are going to work to improve the education system, we are going to work to fix the testing system, Prime Minister, I don't know what he's doing. So that's the story. So are you going to meet the injured students? Of course I'm going to meet the injured students. धर्मेंद्र प्रधान के इस्तीफे से कम में आप लोग मानेंगे? This is Dharmendra Pradhan, he's an intermediary. Absolutely he should resign. But Dharmendra Pradhan hasn't beaten up these students. Home Minister has. He should resign. And Home Minister reports to Prime Minister. He should resign. What is going on? രാഹുൽ ഗാന്ധിയോട് പരിക്കേറ്റ മോദി പോലീസിന്റെ ക്രൂരമായ മർദ്ദനത്തിൽ പരിക്കേറ്റ ആശുപത്രിയിൽ കഴിയുന്ന കുട്ടികളെ കാണാൻ പോകുമോ എന്ന് മാധ്യമപ്രവർത്തകർ ചോദിച്ചപ്പോൾ ഞാൻ തീർച്ചയായും പോകും എന്ന് അദ്ദേഹം പറയുകയാണ്. അതുപോലെ തന്നെ ധർമ്മേന്ദ്ര പ്രധാന്റെ രാജി ആവശ്യപ്പെടുമോ എന്ന് ചോദിച്ചപ്പോൾ അദ്ദേഹം പറഞ്ഞത് കേട്ടല്ലോ. ധർമ്മേന്ദ്ര പ്രധാൻ വെറും മധ്യവർത്തിയാണ്. കുട്ടികളെ മർദ്ദിച്ചത് അമിത്ഷായുടെ പോലീസാണ്. അതിനാൽ അമിത്ഷാ രാജിവെക്കണം. അമിത്ഷാ റിപ്പോർട്ട് ചെയ്യുന്നത് നരേന്ദ്രമോദിക്കാണ്. അതിനാൽ നരേന്ദ്രമോദിയും രാജിവെക്കണമെന്ന് അദ്ദേഹം അസന്നിഗ്ധമായി പറയുകയാണ്. പുറത്തിറങ്ങിയ പ്രിയങ്ക ഗാന്ധിയോട് മാധ്യമപ്രവർത്തകർ ചോദ്യങ്ങൾ ചോദിക്കുമ്പോൾ അവർ പറയുന്ന മറുപടി കേൾക്കാം. मैम, छात्रों पे जिस तरीके से शक्ति प्रदर्शन हुआ है, इट्स रिडिकुलस. हमारे ही बच्चे हैं, देश का भविष्य है, ये संसद उन्हीं का है, किसी की जागीर नहीं है. कुछ मतलब जेन्युइन समस्या है. हम सब, राहुल जी कितने समय से इस समस्या को रेज कर रहे हैं, इसके बारे में बात कर रहे हैं. हम सब कह रहे हैं डिस्कस करो. एजुकेशन पॉलिसी में प्रॉब्लम्स हैं, बड़े बड़े इश्यूज हैं. आप डिस्कस करने के लिए राजी नहीं है और बच्चों पे आप टीयर गैस कर रहे हो और उनकी पिटाई कर रहे हो. किस लिए? बच्चे हमारे. थैंक यू मैम. കുട്ടികളെ ആക്രമിച്ചതിന് കുട്ടികൾക്കെതിരെയുള്ള പോലീസ് ആക്രമണത്തെക്കുറിച്ച് പത്രപ്രവർത്തകർ ചോദിക്കുകയാണ്. അപ്പോൾ പ്രിയങ്ക ഗാന്ധി പറയുകയാണ്, ഇത് റിഡിക്കുലസ് ആണ്, പരിഹാസ്യമാണ്. നമ്മുടെ കുട്ടികളാണ്, രാജ്യത്തിന്റെ ഭാവിയാണ്. ഈ സഭ അവരുടേതാണ്, ആരുടെയും തറവാട്ട് സ്വത്തല്ല. അവരുടെ പ്രശ്നങ്ങൾ വളരെ ജെനുവിനാണ്. രാഹുൽ ഗാന്ധി വളരെ നാളായി ഈ പ്രശ്നം ഉയർത്തുന്നതാണ്, ഇതിനെക്കുറിച്ച് സംസാരിച്ചുകൊണ്ടിരിക്കുന്നതാണ്. ഞങ്ങൾ എല്ലാവരും പറയുന്നു, ചർച്ച ചെയ്യൂ. വിദ്യാഭ്യാസ സമ്പ്രദായത്തിൽ വലിയ പ്രശ്നങ്ങളുണ്ട്, വലിയ പ്രശ്നങ്ങളുണ്ട്. എന്ത് കാരണത്താലാണ് കുട്ടികളെ മർദ്ദിക്കുകയും അവർക്ക് നേരെ ടിയർ ഗ്യാസ് പ്രയോഗിക്കുകയും ചെയ്യുന്നത്? ഇവർ നമ്മുടെ കുട്ടികളാണ്. വിദ്യാഭ്യാസ പോളിസിയെക്കുറിച്ച് ചർച്ച നടത്തൂ. അതിൽ വളരെയേറെ പ്രശ്നങ്ങളുണ്ട്. എന്നാൽ ചർച്ച ചെയ്യാൻ പോലും അവർ തയ്യാറാകുന്നില്ല. പിന്നീട് കാര്യങ്ങൾ പരിപൂർണമായി കൈവിട്ടു പോകുന്നുവെന്ന് നരേന്ദ്രമോദിക്കും കൂട്ടർക്കും മനസ്സിലായി. 20-ാം തീയതി സഭ സമ്മേളിച്ച ഉടനെ വിദ്യാർത്ഥികൾ പാർലമെന്റ് കവാടത്തിലേക്ക് വരുന്നുണ്ട് എന്ന് അറിഞ്ഞതേ നരേന്ദ്രമോദി സഭയിൽ നിന്ന് എഴുന്നേറ്റോടി പോവുകയാണ് ഉണ്ടായത്. അതിനെ തുടർന്ന് ഇന്നലെ 21-ാം തീയതി സ്പീക്കർ ഭയപ്പെട്ട് പ്രതിപക്ഷ നേതാക്കളെ തന്റെ ഓഫീസിലേക്ക് ചർച്ചയ്ക്ക് വിളിപ്പിച്ചു. ഇത് അറിയിച്ചുകൊണ്ട് രാഹുൽ ഗാന്ധി എക്സിൽ കുറിച്ചതാണ് ഇത്. അതിനുശേഷം പുറത്തിറങ്ങിയ രാഹുൽ ഗാന്ധിയോട് ഇതിനെക്കുറിച്ച് മാധ്യമപ്രവർത്തകർ ചോദിച്ചപ്പോൾ അദ്ദേഹം പറഞ്ഞത് എന്താണെന്ന് നമുക്ക് കേൾക്കാം. स्पीकर के पास गए हम एंड हमने कहा कि देखिए हम स्टूडेंट इशू पे डिस्कस करना चाहते हैं और स्पीकर ने हमें कहा कि डिस्कशन के लिए उन्हें सरकार से पूछना है. मतलब आप समझिए, स्पीकर इज टेलिंग अस that to debate in parliament he has to take permission from the government.
ही इज ओपनली टेलिंग अस दैट, ठीक है। देखिए, इशू स्टूडेंट्स की है, यूथ के फ्यूचर की है, और ये जो किया जा रहा है, लोगों को मारा जा रहा है, पीटा जा रहा है, दिस इज कंप्लीटली अन इंडियन। मोदी जी हैज नॉट इवन अपोलोजाइज्ड फॉर व्हाट हैज हैपेंड यस्टरडे। नाउ ये जो युवा हैं, ये एजुकेशन सिस्टम के बारे में, टेस्टिंग सिस्टम के बारे में प्रोटेस्ट कर रहे हैं। पूरा देश जानता है कि एजुकेशन सिस्टम, टेस्टिंग सिस्टम इज broken. It has ceased to exist. Testing system has been hollowed out by termites. That is all they're saying. Nothing wrong with it. We've been saying it. I've been doing presentation after presentation about this. Why is the Prime Minister silent? What is the reason? He should apologize to the students and he should stop this nonsense of police people thrashing students. This is completely wrong. सर, उनका हवाला देते हुए किरण रिजिजू ने कहा कि आज एनडीए की बैठक में प्रधानमंत्री ने कहा कि हमने त्वरित एक्शन लिया, हमने बहुत रैपिड एक्शन लिया। वी आर कंसर्न, प्राइम मिनिस्टर इज कंसर्न्ड अबाउट द स्टूडेंट्स एंड देयर फ्यूचर। एक्शन वाज टेकन, 13 people were arrested. That has been briefed by the point is that this is no way to treat the young people of this country. The young people of this country do not have any opportunities. All the doors are closed. There is only one door which is open, which is the door of the competitive exam, and that door is also destroyed. What are these students here? They are not just complaining about the education system. They are complaining about their future. They are saying that in this country today, because of Mr. Adani and Ambani, because of the RSS complete takeover of the education system, because of the pracharaks becoming vice chancellors of universities, we have no future. That's what they're saying. This is not just about education. This is about the future of young people. They watch, they look at Mr. Ambani's wedding and they watch 1,000 crores being spent over there, and they have no money to open a business if they want. They have no future. That is what this is about. This is much bigger than simply education. This is the students of this country saying, in India, we have no future. We want a future. ഞങ്ങൾ സ്പീക്കറുടെ അടുത്ത് പോയി. എന്നിട്ട് പറഞ്ഞു, വിദ്യാർത്ഥികളുടെ പ്രശ്നങ്ങളെക്കുറിച്ച് പാർലമെന്റിൽ ചർച്ച ചെയ്യണം എന്ന് ആവശ്യപ്പെടുന്നു, ചെയ്യാൻ ആഗ്രഹിക്കുന്നു എന്ന്. അപ്പോൾ സ്പീക്കർ പറഞ്ഞു, ചർച്ച ചെയ്യുന്നതിന് സർക്കാരിനോട് ചോദിക്കണം, സർക്കാരിന്റെ അനുമതി മേടിക്കണം സ്പീക്കർക്ക് എന്ന്. നോക്കൂ, ഇഷ്യൂ വിദ്യാർത്ഥികളുടെയാണ്, യുവാക്കളുടെ ഭാവിയുടേതാണ്. എന്നാൽ ഇവർ ചെയ്യുന്നത് വിദ്യാർത്ഥികളെ മർദ്ദിക്കുകയും ആക്രമിക്കുകയും ചെയ്യുന്നത് ഇന്ത്യയുടെ പാരമ്പര്യമല്ല. ഈ വിദ്യാർത്ഥികൾ വിദ്യാഭ്യാസ രംഗത്തെ തകർച്ചയെക്കുറിച്ച്, ടെസ്റ്റിംഗ് വിഷയങ്ങളെക്കുറിച്ചും ആണ് സമരം ചെയ്യുന്നത്. രാജ്യത്തിന് മൊത്തം അറിയാം വിദ്യാഭ്യാസ സമ്പ്രദായം, ടെസ്റ്റിംഗ് സിസ്റ്റം പൂർണ്ണമായി തകർന്നിരിക്കുന്നു എന്ന്. അങ്ങനെ രാഹുൽ ഗാന്ധി ശക്തമായി സമരത്തിലേക്ക് മുന്നേറുകയാണ്. ഇതിനെക്കുറിച്ച് നിങ്ങളുടെ അഭിപ്രായം താഴെ രേഖപ്പെടുത്താൻ മറക്കല്ലേ.